നമസ്കാരം, എല്ലാവർക്കും SOK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗണപതി ഭഗവാന് ഒരു മുക്കൂറ്റി മാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് മുക്കൂറ്റിയും വാഴനാരും, അതുപോലെ തന്നെ ഈ മുക്കൂറ്റിയും വാഴനാരും വയ്ക്കുന്നതിനായിട്ട് ഒരു വാഴയിലയും വേണം. മുക്കൂറ്റി ഇതേപോലെ വേരോട് കൂടി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. പറിക്കുമ്പോൾ വേര് പൊട്ടി പോയാലും കുഴപ്പമില്ല, പക്ഷെ വേരോട് കൂടി പറിച്ചെടുക്കുന്നതായിരിക്കും ഉത്തമം. അഥവാ വേര് പോകുകയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കെട്ടാം. ഭഗവാന് ഏറെ പ്രിയം ഇങ്ങനെ വേരോട് കൂടി മുക്കൂറ്റി പറിച്ച് മാല കെട്ടുന്നതാണ്. എന്നിട്ട് കട്ടിയുള്ള വാഴനാരെടുക്കുക. അതിനുശേഷം ആ 3 മുക്കൂറ്റി കണ്ടോ, 3 മുക്കൂറ്റി ഒരുമിച്ചെടുത്ത് വാഴനാരിലിങ്ങനെ വയ്ക്കുക. അതിനുശേഷം ആ വേരെല്ലാം കൂടെ മടക്കി 3 ചുറ്റുവെട്ടണം. 1 2 3. അതിനുശേഷം ആ നാരിങ്ങനെ പിരിച്ച് മേലോട്ടാക്കി വലിക്കുക. കണ്ടോ, ഇതേപോലെ വൃത്തിയായിട്ട് ഇരിക്കും. വീണ്ടും 3 മുക്കൂറ്റി അടുക്കി വാഴനാരിൽ വയ്ക്കുക. വേരെല്ലാം കൂടെ ചുരുട്ടി മടക്കി 3 പ്രാവശ്യം ആ വാഴനാരിങ്ങനെ ചുറ്റി എടുത്തതിന് ശേഷം ആ നാരിങ്ങനെ പിരിച്ച് വെച്ച് അകത്തോട്ടാക്കി വലിക്കുക. എന്താ കെട്ടുമ്പോൾ ഓം ഗണപതേ നമഃ എന്ന് ചൊല്ലി വേണം നമ്മൾ ഈ മാല കെട്ടാൻ. ഞാൻ മാല കെട്ടുമ്പോൾ ഇങ്ങനെ സംസാരിക്കാറില്ല, മന്ത്രം മാത്രമേ ചൊല്ലുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എല്ലാ മംഗളകാര്യങ്ങൾക്കും നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഗണപതി ഭഗവാന് കറുകമാല പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മുക്കൂറ്റിമാലയും. ഐശ്വര്യത്തിൻ്റെ ദേവനായ ഗണപതിക്ക് ഒരു മുക്കൂറ്റിമാല കെട്ടിച്ചാർത്തുന്നത് അത്യുത്തമമാണ്. വാഴനാര് തീരാറായിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു വാഴനാരും കൂടി അത് കെട്ടിച്ചേർക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്ത വാഴനാരെടുത്ത് ചേർത്ത് പിരിച്ച് ചുരുട്ടി അകത്തോട്ട് കയറ്റി മേലോട്ടെടുത്ത് കുറുക്കി കിട്ടുക. കണ്ടോ, അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും. ചില മുക്കൂറ്റിക്കാണെങ്കിൽ തണ്ടും വേരും കൂടി ഒത്തിരി നീളമായിരിക്കും. അപ്പോൾ അത് നമ്മളത് 2 പ്രാവശ്യം മടക്കി ഒതുക്കി വെച്ച് കെട്ടുക. എല്ലാ മുക്കൂറ്റിയും കെട്ടിത്തീർന്നു. ഇനി ഇത് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി, ഇലയും കഴുകി മാലയും കഴുകി വൃത്തിയായിട്ട് ഭഗവാന് ചാർത്തണം. മാലയെല്ലാം കെട്ടിത്തീർന്നു. ഇനി അധികം വരുന്ന വാഴനാര് നമ്മളിത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഞാനിത് കഴുകി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ മാല നിങ്ങളെ കാണിക്കാം.
ഇതുപോലെ വൃത്തിയായിട്ട് കെട്ടി ഭഗവാന് ചാർത്താവുന്നതാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എന്നാക്കിയിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.